ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മൈഫിൻ ടിവിയോടൊപ്പം ചേരുന്നു. സാർ നമസ്കാരം. ഇപ്പോൾ നമ്മുടെ പുതിയ ബജറ്റ് വരികയാണ്. ഒരു വ്യവസായ മേഖലയ്ക്ക് നൽകുന്ന ഒരു പ്രാമുഖ്യം എങ്ങനെയായിരിക്കും? വ്യവസായ മേഖലയ്ക്ക് വലിയ പ്രാമുഖ്യമാണ് കഴിഞ്ഞ ഗവൺമെൻറ് ബഡ്ജറ്റുകളിലും സമീപനങ്ങളിലും വരുന്നത്. തീർച്ചയായിട്ടും വ്യവസായ മേഖലയ്ക്ക് നല്ല പ്രാധാന്യമുള്ള ബഡ്ജറ്റ് തന്നെയായിരിക്കും. ഒരു മുഴുവൻ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു മുഴുവൻ ബജറ്റ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് എപ്പോഴും ഒരു വർഷത്തേക്കാണല്ലോ. തീർച്ചയായും ഒരു ഓട്ടോണക്കുള്ളിലേക്ക് സമയം അനുസരിച്ചിട്ടായിരിക്കും ചെയ്യുക. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയമാകുമ്പോൾ അതിൻ്റെ ഫുൾ ടൈം ഒന്നും കിട്ടാൻ ചിലപ്പോൾ സാധ്യതയില്ല. അത് അന്നേരം നോക്കുന്നതാണ് ബഡ്ജറ്റ്. പക്ഷേ എപ്പോഴും ഒരു വർഷത്തേക്കുള്ള കാഴ്ചപ്പാടുകൾ വെക്കുക ചെയ്യും. എന്തൊക്കെ കൃഷി, വ്യവസായം, എന്തൊക്കെ IT, ഏതൊക്കെ മേഖലകളെ ഒരു പ്രോത്സാഹനം പ്രതീക്ഷിക്കാം? ഇതെല്ലാം നമുക്ക് നല്ല പ്രോത്സാഹനമുള്ള ഏരിയകൾ തന്നെയാണ്. എന്തൊക്കെയാണെന്നുള്ളത് ബഡ്ജറ്റിൽ പറയാൻ പറ്റും. തീർച്ചയായും സസ്പെൻസ് ആണ്. എന്നാലും ഒരു ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുമോ? ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നല്ല ഊന്നൽ നൽകും. കേരളത്തിൻ്റെ വ്യവസായ മേഖലയിലെ പുതിയ സാധ്യതകൾ നന്നായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാധാന്യം കാണും. കൃഷിക്ക് നല്ല പ്രൊമോഷൻ, ഇതൊക്കെ സാധാരണ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 വരുന്നതാണ്. പ്രതീക്ഷയുണ്ടോ കേരളത്തിന്? എപ്പോഴും നല്ല പ്രതീക്ഷ നമ്മൾ സൂക്ഷിക്കണമല്ലോ. അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താ വരുന്നതെന്ന് നോക്കണം. അപ്പോൾ കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള പരാതി എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊന്നും നന്നായില്ല. കാരണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പല സാമ്പത്തിക കാര്യങ്ങളും നയങ്ങളും സാധാരണ എക്കണോമിയെ ചലിപ്പിക്കുന്നതല്ല. അതിപ്പോൾ ഇൻഡസ്ട്രീസിന് ആ പ്രശ്നം അറിയാവുന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതി പോലുള്ളത് നിർത്തലാക്കി എന്നുള്ളത് നാട്ടിലേക്ക് പോകുന്ന വലിയ തോതിലുള്ള ഫണ്ടിൻ്റെ പമ്പിങ് കുറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വ്യവസായത്തെ ബാധിക്കും. ഇങ്ങനെയുള്ള എഫക്റ്റുകൾ ഉണ്ടാവും. എന്തായാലും കേരളത്തിൽ നിന്ന് നല്ലൊരു പ്രഷർ ഉണ്ടാവുന്നുണ്ട്. MP-മാരുടെ കേരളത്തിൽ നിന്ന് MP-മാരെല്ലാം ഈ കാര്യം നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡിമാൻഡുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറച്ച് തീരുമാനങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. ശുഭപ്രതീക്ഷയാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. റെയിൽവേ ബജറ്റ് ഒന്നിച്ചു വരികയാണ്. കേരളത്തിന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? എയിംസ് പോലെയുള്ള കാര്യങ്ങളുമുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താ അവർ അറിയുന്നതെന്ന് നമുക്ക് അറിയില്ല. ഞാൻ അറിയിക്കോട്ടെ. ഓക്കെ, ധനമന്ത്രി കെ.എൻ. ബാലഗോപാലാണ് നമ്മോടൊപ്പം ചേർന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നു കേരളത്തിലെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ഒരു ബജറ്റായിരിക്കും ഇതെന്ന് പറയുന്നു. വ്യവസായ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകും, കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകും. എന്തായാലും കേന്ദ്രത്തിനോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കാര്യമായൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന തരത്തിലുള്ള ഒരു സൂചന അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഫിജി തോമസ്, മൈഫിൻ TV, കൊച്ചി.